നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഇന്ന് PSCയിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന മലയാളത്തിലെ ഒരു ഭാഗത്തെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, മലയാളത്തില് ശൈലികള്, പഴഞ്ചൊല്ല് അത് ഇംഗ്ലീഷിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ടും ചോദിക്കാറുണ്ട്. അല്ലാതെ മലയാള ശൈലികളോ പഴഞ്ചൊല്ലോ തന്നിട്ട് അതിന്റെ അർത്ഥം തരുന്ന രീതിയിലും ചോദിക്കാറുണ്ട്. ഇന്ന് നമ്മൾ ഇവിടെ ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഇഡിയംസിന്റെ മലയാളമാണ് നോക്കാൻ പോകുന്നത്. അതും PSCയുടെ ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റ് ആയിട്ട് PYQയിൽ വന്ന ഭാഗം തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നമുക്കറിയാം, LD ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്കൊക്കെ മലയാളത്തിൽ നിന്നും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിരന്തരമായിട്ട് ചോദിക്കാറുള്ളതാണ്. മലയാളത്തിന്റെ ഈ ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്താൽ തന്നെ റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്താൻ നിങ്ങൾക്ക് കഴിയും ഈസി ആയിട്ട്. അപ്പം വളരെ ഈസി ആയിട്ടുള്ള ഒരു ഭാഗമാണ്, പഠിച്ച ഫുൾ മാർക്ക് നേടാവുന്ന ഒരു ഭാഗം കൂടിയാണ് മലയാളം. അതില് ഇഡിയംസ് എന്നുള്ളത് നമുക്കൊന്ന് ചർച്ച ചെയ്താലോ? ഓക്കെ, കുറച്ച് ഇഡിയംസ് ഞാൻ ഇവിടെ ഇംഗ്ലീഷിലെ ഇഡിയംസും തന്നിട്ടുണ്ട്, അതുപോലെ മലയാളത്തിൽ അതിന്റെ ശൈലി എന്താണെന്നുള്ളതും തന്നിട്ടുണ്ട്. അപ്പൊ ഇംഗ്ലീഷിലെയും മലയാളത്തിലൂടെ കമ്പയർ ചെയ്തിട്ട് അതിന്റെ അർത്ഥം വെച്ചിട്ട് വേണം നമ്മൾ പഠിക്കാൻ. ആദ്യം തന്നെ തന്നേക്കുന്നത് കഴിഞ്ഞ എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ളതായിരുന്നു, കർട്ടൻ ലെക്ചർ. കർട്ടൻ ലെക്ചർ എന്നുള്ളതിന്റെ മലയാള ശൈലി ഏതാണെന്നുള്ളത്. അതിന്റെ മലയാള ശൈലി എന്ന് പറയുന്നത് എന്താണ്? തലയിണ മന്ത്രം അല്ലെ? നമ്മള് പണ്ടൊരു സിനിമയുണ്ട്, മലയാള സിനിമയുടെ പേരാണ് തലയിണ മന്ത്രം എന്നുള്ളത്. തലയിണ മന്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ട് കാലത്ത് പറയുന്ന രീതി അനുസരിച്ച് ഉപദേശിച്ച് നമ്മളെ കുഴിച്ച് അടിക്കുന്ന, അല്ലെങ്കിൽ ഉപദേശിച്ച് പരദൂഷണാത്മകമായിട്ട് ഉപദേശിക്കുന്ന രീതിയൊക്കെയാണ് പറയുന്നത്. സിനിമകളിലൊക്കെ ആവിഷ്കരിക്കുന്ന രീതിയിൽ അത് സ്ത്രീകൾ ഉപയോഗിക്കുന്നതായിട്ടാണ്. അതിലൊന്നും വലിയ അർത്ഥമില്ലെന്ന് നമുക്കറിയാം. ഇന്നത്തെ കാലത്ത് നമ്മൾ ആ രീതിയിലല്ല അതിനെ കാണുക. എന്നാലും PSCയുടെ ചോദ്യത്തിന് നമ്മൾ ഉത്തരം എഴുതുമ്പോൾ കർട്ടൻ ലെക്ചർ എന്നുള്ളതിന്റെ മലയാളം തലയണ മന്ത്രം എന്നുള്ളതാണെന്നുള്ളത് ഓർത്തിരിക്കുക. രണ്ടാമത്തേത് ത്രോ ഡസ്റ്റ് ഇൻ വൺസ് ഐസ്. ത്രോ ഡസ്റ്റ് ഇൻ വൺസ് ഐസ് എന്ന് പറഞ്ഞ എന്താ? അതിന്റെ കറക്റ്റ് ആയിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ മീനിങ് മനസ്സിലാവുന്നുണ്ട് അല്ലെ? ഒരാളുടെ കണ്ണിൽ പൊടിയിടുക. കണ്ണിൽ പൊടി വീഴുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല. സ്വന്തമായിട്ടാണെങ്കിലും മറ്റൊരാളുടെ കണ്ണിൽ പൊടിയിടുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കബളിപ്പിക്കുക അല്ലെ? കാപട്യം കാണിക്കുക, കബളിപ്പിക്കുക. കണ്ണിൽ പൊടിയിടുക എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? കബളിപ്പിക്കുക എന്നുള്ളതാണ്. കണ്ണിൽ പൊടിയിട്ട് കളഞ്ഞു പോയി അല്ലെ? കടം വാങ്ങിച്ചിട്ട് ഒരാളെ കാണുമ്പോ അയാളെ കാണാത്ത രീതിയിൽ കണ്ണിൽ പൊടിയിട്ട് കളഞ്ഞു പോവുക എന്നൊക്കെ പറയാം. കബളിപ്പിച്ച് കടന്നു പോവുക എന്നുള്ള അർത്ഥത്തിൽ അല്ലെ? അത്തരത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതിന്റെ ഇംഗ്ലീഷ് ത്രോ ഡസ്റ്റ് ഇൻ വൺസ് ഐസ് എന്നുള്ളതാണ്. അപ്പം അതിന്റെ മലയാളം കണ്ണിൽ പൊടിയിടുക എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ? അടുത്തത് നോക്കിയേ, ക്രോക്കഡൈൽ ടിയേഴ്സ്. ക്രോക്കഡൈൽ ടിയേഴ്സ് അതെപ്പോഴും ചോദിക്കാറുള്ളതാണ്. പക്ഷെ നമുക്ക് ക്രോക്കഡൈൽ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ ക്രോക്കഡൈൽ എന്തിനാ പറയുന്നത്? മലയാളത്തിൽ മുതല. മുതല എന്ന് പറയുന്ന ജീവിയാണ് അല്ലെ? നമുക്കറിയാം, സൂവിലൊക്കെ കണ്ടിട്ടുണ്ടാവും മുതല എന്നുള്ള ജീവി. മുതലക്കണ്ണീർ എന്ന് മലയാളത്തിൽ പറയും. നീ അങ്ങനെ മുതലക്കണ്ണീർ ഒഴുക്കണ്ട എന്ന് പറഞ്ഞ എന്താണ്? ശരിക്ക് നമുക്ക് ഹൃദയത്തിൽ തൊട്ട് കരയുന്ന അല്ലാതെ കള്ളത്തരത്തിൽ അല്ലെ, ഫീലിങ്സ് ഒന്നുമില്ലാതെ വേറൊരാളെ പറ്റിക്കുന്ന പോലെ കരയുന്ന രീതിയിൽ കരയുന്നതിനെയാണ് മുതലക്കണ്ണീർ എന്ന് പറയുന്നത്. കാര്യമൊന്നും ഉണ്ടാവില്ല, ഉള്ളിൽ തൊട്ടിട്ടുണ്ടാവില്ല, കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ കരയുന്നതിനെ മുതലക്കണ്ണീർ എന്ന് പറയും. ഇത് ശരിക്ക് പറയുന്നത് ക്രോക്കഡൈൽസിന് കണ്ണീർ ഗ്രന്ഥി ഉണ്ടെങ്കിലും അവർക്ക് അതിൽ നിന്നും കണ്ണീര് പൊഴിക്കാറില്ല. അതിന് പകരം ഇരയൊക്കെ പിടിച്ച് അവർ ഭക്ഷിക്കുന്ന സമയത്ത് കണ്ണിന്റെ സംരക്ഷണത്തിനായിട്ട് അതിൽ വെള്ളത്തുള്ളികൾ അല്ലെങ്കിൽ കണ്ണിൽ നിന്നും ഒരു തരത്തിലുള്ള ഒരു നീര് വരും. അതിനെ കണ്ണുനീർ തുള്ളിയായിട്ട് തെറ്റിദ്ധരിച്ചിട്ടാണ് ഇത് ഇരയ്ക്ക് വേണ്ടി കരയുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പൊ അവിടെ ശരിക്ക് മുതല ഇരയ്ക്ക് വേണ്ടി കരയുന്നുണ്ടോ? ഇല്ല. അത് അതിന്റെ ഒരു ജൈവിക പ്രോസസ്സിന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. അപ്പൊ അതിൽ നിന്നാണ് ഇങ്ങനെ ഒരു പദം വരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ മുതലക്കണ്ണീർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യവുമില്ലാതെ ഒരു ആളുടെ ദുഃഖത്തിലൊന്നും സത്യമായിട്ട് നിങ്ങൾക്ക് ദുഃഖം തോന്നിയിട്ടൊന്നും ഇല്ല. പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യുന്നു? കണ്ണീർ പൊഴിക്കുന്നതായിട്ട് കാണിക്കുന്നു. മുതലക്കണ്ണീർ എന്നുള്ളതിന്റെ അർത്ഥം അതാണ്. പക്ഷെ അത് ഇംഗ്ലീഷിൽ തന്നാലും നമുക്ക് എഴുതാൻ വലിയ പാടില്ല എന്ന് തോന്നുന്നു അല്ലെ? ക്രോക്കഡൈൽ ടിയേഴ്സ് എന്നുള്ളത് അതേ സമാനാർത്ഥത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പൊ അത് മറക്കരുത്, ചോദ്യങ്ങളിൽ വരാറുള്ളതാണ്. അടുത്തത് ട്രയൽ ബൈ ഫയർ. ട്രയൽ ബൈ ഫയർ എന്ന് പറഞ്ഞ എന്താണ്? അഗ്നിപരീക്ഷ. അഗ്നിപരീക്ഷ. അപ്പൊ കഴിഞ്ഞ PSC പരീക്ഷ എഴുതിയിട്ട് വന്നിട്ട് അത് എനിക്കൊരു വലിയ അഗ്നിപരീക്ഷയായിരുന്നു എന്ന് പറയാം അല്ലെ? എന്ന് പറഞ്ഞ എന്താണ്? ശരിക്കും അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് പണ്ട് കാലത്ത് പലതരത്തിലുള്ള ശിക്ഷാരീതികൾ ഉണ്ടായിരുന്നു അല്ലെ? അതിലൊന്നായിരുന്നു അഗ്നിപരീക്ഷ എന്ന് പറയുന്നത്. അതായത് ശരിയായിട്ട് തെറ്റ് ചെയ്യാത്തവര്
ആ അഗ്നിയിൽ ചാടിക്കഴിഞ്ഞാൽ അവരുടെ ദേഹം പൊള്ളില്ല എന്നുള്ളതായിരുന്നു വിശ്വാസം. ശരിക്ക് അത് തെറ്റായ രീതികളാണ്. നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് അറിയാം അതിനെയൊക്കെ അല്ലെ. ജാതി വ്യത്യാസങ്ങൾ അനുസരിച്ചൊക്കെ ചാതുർവർണ്ണയ സമ്പ്രദായത്തിൽ കൊടുത്തിരുന്ന ഒരു ശിക്ഷയാണ് അഗ്നിപരീക്ഷ എന്നുള്ളത്. അല്ലെങ്കിൽ അതിനു മുമ്പ് പോവുകയാണെങ്കിൽ നമുക്ക് ചരിത്രശുദ്ധിക്ക് വേണ്ടിയിട്ട് അഗ്നിപരീക്ഷ നടത്തിയ സീതയെ കുറിച്ചും ഒക്കെ അറിയാം അല്ലെ. അപ്പൊ ഇത്തരത്തിൽ അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞ എന്താണ്? തെളിയിക്കപ്പെടാനുള്ള വലിയൊരു പരീക്ഷയാണ്, ശ്രമകരമായ ബുദ്ധിമുട്ടുള്ള ഒരു പരീക്ഷയാണ് അഗ്നിപരീക്ഷ. ജീവിതം തന്നെ നമുക്കൊരു അഗ്നിപരീക്ഷയാണ് അല്ലെ. ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് നമുക്കൊക്കെ വലിയൊരു അഗ്നിപരീക്ഷയാണ് അല്ലെ, വലിയൊരു അഗ്നിപരീക്ഷയാണ്. അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് എന്താണ്? ട്രയൽ ബൈ ഫയർ. ട്രയൽ ബൈ ഫയർ എന്നുള്ളതാണ് അതിന്റെ ഇംഗ്ലീഷ്, മറക്കരുത്. ഇനി അടുത്തതും പ്രധാനപ്പെട്ടതാണ്, റിപ്പീറ്റേഷൻ ഉള്ളതാണ്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ. ഇതിന്റെ അർത്ഥം എന്താണ്? വളരെ അപൂർവമായി അല്ലെങ്കിൽ നടക്കാൻ തന്നെ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ വളരെ അപൂർവമായി നടക്കുന്ന കാര്യത്തെ സൂചിപ്പിക്കാനാണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നോക്കിക്കേ. ബ്രേക്ക് ദ ഐസ്. ബ്രേക്ക് ദ ഐസ്, ഐസ് പൊട്ടിക്കുക അല്ലെ. അതിന് മലയാളം, കറക്റ്റ് മലയാളം എന്താണെന്ന് അറിയോ? മഞ്ഞുരുകുക എന്ന് പറയില്ലേ, മഞ്ഞുരുകൽ എന്ന് പറയുന്നതാണ്. അതിന്റെ അർത്ഥം വരുന്നത് പരിചയം തുടങ്ങുക. നമ്മള് ഏതെങ്കിലും ഒരു പരിപാടിക്കൊക്കെ കുറെ അപരിചിതരായിട്ടുള്ള ആളുകളൊക്കെ കൂട്ടം കൂടി ഇരിക്കുന്നതിന്റെ ഇടയിൽ നമുക്ക് ആദ്യമൊക്കെ അവരെ മിണ്ടി തുടങ്ങാനൊക്കെ ഒരു ബുദ്ധിമുട്ടാ അല്ലെ. എന്ത് വിചാരിക്കും, എന്ത് പറയണം എന്നൊക്കെ ഉള്ളത്. പയ്യെ എന്ത് ചെയ്യും? ഒന്ന് പയ്യെ പരിചയപ്പെട്ട വീടും നാടും പേരും ഒക്കെ ചോദിച്ചറിയുമ്പോഴത്തേക്കും എന്തായി തുടങ്ങും? മെൽറ്റായി തുടങ്ങി അവരുടെ വിവരങ്ങളും നമ്മളുടെ വിവരങ്ങളും ഒക്കെ നമ്മൾ ഓപ്പൺ ആയിട്ട് പറയാൻ തുടങ്ങും അല്ലെ. ആ ഒരു ഘട്ടത്തെ നമുക്ക് എന്ത് പറയാം? മഞ്ഞുരുകൽ ഘട്ടം എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ബ്രേക്ക് ദ ഐസ് എന്ന് പറയുന്ന രീതിയിൽ, പരിചയം തുടങ്ങുക എന്ന് പറയുന്ന രീതിയിൽ. അതുകൊണ്ടാണ് പല പരിപാടികളുടെയും ആദ്യം ഐസ് ബ്രേക്കിംഗ് സെക്ഷൻ എന്ന് പറഞ്ഞൊരു സെഷൻ ഉണ്ടാവും അല്ലെ. അവിടെ എന്താണ്? എന്തെങ്കിലും ഗെയിംസോ അല്ലെങ്കിൽ ഈ വന്നിരിക്കുന്നവരെ എല്ലാരെയും ഇൻവോൾവ് ആക്കിയിട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഒക്കെ പ്രവർത്തനമൊക്കെ ചെയ്യുന്ന എന്തിനാണ്? ഈ മഞ്ഞുരുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അത് ആ പദത്തിന്റെ ഉള്ളിൽ തന്നെ ആ അർത്ഥം വളരെ രസകരമായിട്ടുണ്ട്. ഐസ് പോലെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഓരോരുത്തരും വേറിട്ട് ഇരിക്കുകയാണ്. എന്നാൽ അത് ഉരുകി തുടങ്ങുമ്പോൾ ഇടകലർന്ന് വെള്ളങ്ങൾ ചേരുന്ന പോലെ ആവില്ലേ? അപ്പൊ പരിചയപ്പെട്ട് വരുമ്പോഴാണല്ലോ നമ്മൾ അങ്ങനെ ഇഴുകി തുടങ്ങുന്നത്. അതുകൊണ്ടാണ് അതിന് മഞ്ഞുരുകൽ അല്ലെങ്കിൽ ബ്രേക്ക് ദ ഐസ് എന്ന് പറഞ്ഞ എന്താണ്? പരിചയപ്പെട്ടു തുടങ്ങുക എന്നുള്ള അർത്ഥം വരുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു വാക്ക് പീസ് ഓഫ് കേക്ക്. പീസ് ഓഫ് കേക്ക്, അതിന്റെ അർത്ഥം എന്താണ്? വളരെ എളുപ്പമുള്ള, വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നിസ്സാരമായ കാര്യമാണ് എന്നുള്ളത് സൂചിപ്പിക്കാനാണ് ഇവിടെ പീസ് ഓഫ് കേക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ അർത്ഥങ്ങളൊക്കെ തന്നെ മലയാളത്തിലുള്ള അർത്ഥങ്ങളൊക്കെയും പഠിക്കണം, ഇംഗ്ലീഷിന്റെ വാക്കുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കണം. ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വരാറ്. അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞേ. കർട്ടൻ ലെക്ചർ എന്താണ്? തലയണ മന്ത്രം. ത്രോ ഡസ്റ്റ് ഇൻ വൺ സൈസ് എന്ന് പറഞ്ഞ കണ്ണിൽ പൊടിയിടുക, കബളിപ്പിക്കുക എന്നുള്ള അർത്ഥം. ക്രോക്കഡൈൽ ടിയേഴ്സ്, മുതലക്കണ്ണീർ, ഇല്ലാത്ത ദുഃഖം കാണിച്ച് നമ്മൾ കരയുന്നതിനെയാണ് മുതലക്കണ്ണീർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ട്രയൽ ബൈ ഫയർ. ട്രയൽ ബൈ ഫയർ എന്ന് പറഞ്ഞ എന്താ? അഗ്നി പരീക്ഷ. അത്രയും ബുദ്ധിമുട്ടുള്ള അല്ലെ ഒരു പരീക്ഷ എന്നുള്ള ഈ അഗ്നി പരീക്ഷ എന്നുള്ളതാണ്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ട് എന്ന് പറയുന്നത്. ബ്രേക്ക് ദ ഐസ്, നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ, പരിചയപ്പെട്ടു തുടങ്ങുക, മഞ്ഞുരുകുക എന്നൊക്കെ പറയുന്നത്. പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള കാര്യം എന്നാണ് അർത്ഥം. കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനി കുറച്ച് ഇഡിയംസ് കൂടെ നമുക്ക് നോക്കാം. ആപ്പിൾ ഓഫ് ദ ഐ. ആപ്പിൾ ഓഫ് ദ ഐ എന്ന് പറഞ്ഞ എന്താണ്? നീ എന്റെ കൺമണിയാണ് എന്ന് നമ്മൾ സ്നേഹത്തിൽ പറയത്തില്ലേ? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാള് നമ്മളുടെ കണ്ണിലുണ്ണി, കൺമണിയാണെന്നൊക്കെ പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആപ്പിൾ ഓഫ് ദ ഐ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി എന്ന് പറയുന്നത് നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് ആണല്ലേ, അത്രയും നമ്മുടെ ഏറ്റവും ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആപ്പിൾ ഓഫ് ദ ഐ അഥവാ കൺമണി അല്ലെങ്കിൽ കണ്ണിലുണ്ണി എന്നൊക്കെ പറയുന്നത്. ഇനി കം ഇൻ ഹാൻഡി. കം ഇൻ ഹാൻഡി അതായത് പെട്ടെന്ന് നമുക്ക് എന്താ? തക്ക സമയത്ത് ഉപകാരപ്പെടുക. തക്ക സമയത്ത് കൈ കിട്ടിയാലല്ലേ ഉപകാരപ്പെടൂ, അങ്ങനെ ഓർത്താൽ മതി അല്ലെ. നമ്മുടെ ഹാൻഡിൽ കയ്യിൽ പെട്ടെന്ന് ആ സമയത്തിന് കിട്ടണ്ടേ. ഇപ്പൊ നമ്മൾ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നമുക്കൊരു സ്പാനർ വേണം, ആ കയ്യിൽ ആ സ്പാനർ കറക്റ്റ് ടൈമിൽ കിട്ടിയാലേ എന്ത് പറയാൻ പറ്റൂ? തക്ക സമയത്ത് ഉപകാരപ്പെട്ടു എന്ന് പറയാൻ പറ്റൂ. അപ്പൊ ഇവിടെ കം ഇൻ ഹാൻഡി എന്ന് പറഞ്ഞ അർത്ഥമാക്കുന്ന എന്താണ്? തക്ക സമയത്ത് ഉപകാരപ്പെടുക എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇനി വൈൽഡ് ഗൂസ് ചേസ് എന്ന് പറഞ്ഞ എന്താ? വൈൽഡ് ഗൂസ് ചേസ് എന്ന് പറഞ്ഞ
നിഷ്ഫല യജ്ഞം. അതായത് നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നുണ്ട്, പക്ഷെ അത് കാര്യമില്ലാത്ത പ്രവൃത്തിയാണ്, അതിന് ഫലമൊന്നും കിട്ടുന്നില്ല എങ്കിൽ അതിനെ എന്ത് പറയാം? നിഷ്ഫല യജ്ഞം എന്ന് പറയാം. ഉദാഹരണത്തിന് വലിയൊരു മല, അതിന്റെ ഒരാള് മാത്രം നിന്ന് അതിങ്ങനെ തോണ്ടി തോണ്ടി അതിലെ മണ്ണ് എടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് കാര്യമുണ്ട്? ആ മലയൊന്നും ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. അപ്പൊ അങ്ങനെ ചെയ്യുന്ന, നമുക്ക് ഒരു കാര്യവും ഇല്ലാതെ നമ്മൾ വെറുതെ ചെയ്യുന്ന ഫലമില്ലാത്ത പ്രവൃത്തി ആണ് എന്ത് പറയുന്നത്? നിഷ്ഫല യജ്ഞം എന്ന് പറയുന്നത്. അതിന് ഇംഗ്ലീഷ് ആണ് വൈൽഡ് ഗൂസ് ചേസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ നമ്മൾ ഒരിക്കലും PSCD മലയാളം പഠനമോ അല്ലെങ്കിൽ നമ്മൾ PSC പഠനമോ എന്താവാൻ പാടില്ല? ഒരു വൈൽഡ് ഗൂസ് ചേസ് ആവാൻ പാടില്ല, അല്ലെ? നമ്മൾ ഫലത്തിന് വേണ്ടി തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം അടുത്തത് ഹെർക്കുലിയൻ ടാസ്ക്. നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്, അല്ലെ? ഹെർക്കുലിയൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഭഗീരഥ പ്രയത്നം എന്നാണ് മലയാളത്തിലെ അതിന്റെ ശൈലി. ഹെർക്കുലിയൻ ടാസ്ക്, അതെനിക്കൊരു ഹെർക്കുലിയൻ ടാസ്ക് ആണ്, അല്ലെ? ബാലികേറ മല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതായത് നമുക്ക് എന്താണ് ചെയ്യാൻ തന്നെ ഭയങ്കര പ്രയാസമുള്ള ഒരു പരിപാടിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെർക്കുലിയൻ ടാസ്ക് അല്ലെങ്കിൽ ഭഗീരഥ പ്രയത്നം. പണ്ടത്തെ ഒരു ചരിത്രം വെച്ച് ഭഗീരഥൻ സ്വർഗത്തിൽ നിന്നും ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കി. പക്ഷെ ഗംഗയുടെ ആ ശക്തി, ഭൂമിയിൽ ഒഴുകുന്ന ശക്തി ഭൂമിക്ക് താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ശിവൻ തലയിലേക്ക് ഗംഗയെ ആവാഹിച്ച് അവിടെ നിന്നും പയ്യെ ഭൂമിയിലേക്ക് വിട്ടു എന്നുള്ളതാണ് ചരിത്രം. ഓക്കെ. അപ്പൊ ഹെർക്കുലിയൻ ടാസ്ക് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ സാംസ്കാരിക വ്യത്യാസം അനുസരിച്ച് അവിടുത്തെ ഹെർക്കുലിയൻ എന്നുള്ള രീതിയിൽ കൊടുത്തതാണ്. മലയാളത്തിലേക്ക് വരുമ്പോ അതെന്താണ്? നമ്മുടെ ചരിത്രം അനുസരിച്ചാണ് നമ്മുടെ ശൈലി രൂപപ്പെടുന്നത്. അത് ഭഗീരഥ പ്രയത്നം എന്നുള്ള ശൈലിയിലേക്ക് മാറും, അല്ലെ? അപ്പൊ ഈ പറഞ്ഞ കഥ വെച്ചിട്ടാണ് അതിന് ഭഗീരഥ പ്രയത്നം എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രയത്നത്തെയാണ് ഭഗീരഥ പ്രയത്നം എന്ന് പറയുന്നത്, അല്ലെ? ഗംഗയെ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭഗീരഥ പ്രയത്നം എന്ന് പറയുന്നത്. അടുത്തത് വാഷ് ഡേർട്ടി ലിനൻ ഇൻ പബ്ലിക്. വാഷ് ഡേർട്ടി ലിനൻ ഇൻ പബ്ലിക് എന്ന് പറഞ്ഞാല് വിഴുപ്പലക്കുക, അല്ലെ? നമ്മൾ എപ്പോഴും പറയുന്ന, നീ എന്തിനാ വിഴുപ്പലക്കുന്നത്? പഴയ കാലത്ത് നമുക്ക് എന്തെങ്കിലും വഴക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ അല്ലാത്ത അനുഭവങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക മറ്റൊരാളോടോ, അല്ലെങ്കിൽ പഴയ കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടായതും ഒക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നീ എന്തിനാ വിഴുപ്പലക്കുന്നതെന്ന് ചോദിക്കുക, അല്ലെ? വിഴുപ്പെന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ജീർണ വസ്ത്രം അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് വിയർപ്പും അഴുക്കും ഒക്കെ ആയിട്ടുള്ള വസ്ത്രത്തെയൊക്കെയാണ് വിഴുപ്പ് എന്ന് പറയുന്നത്, അല്ലെ? അത് നമുക്ക് പിന്നെയും അതിനെ അലക്കിക്കൊണ്ടിരുന്ന എന്താണ്? നല്ല കാര്യങ്ങൾ ഓർക്കാൻ നല്ലതാണ്, മോശം കാര്യങ്ങൾ എന്താണ്? മറന്നു കളയുന്നതാണ് നല്ലത്, അല്ലെ? ആരെങ്കിലും ഒക്കെ ആയിട്ട് നമുക്ക് വഴക്കോ എന്തെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, വിട്ടുകളയാണ് വേണ്ടതെന്ന് നമ്മൾ പറയാറില്ലേ? അപ്പം അത്തരം കാര്യങ്ങളെ എന്ത് ചെയ്യുക? വിഴുപ്പലക്കാതിരിക്കുക, അല്ലെ? വിട്ടുകളഞ്ഞേക്കുക. അപ്പൊ അതിന് ഇംഗ്ലീഷാണ് വാഷ് ഡേർട്ടി ലിനൻ ഇൻ പബ്ലിക്, അല്ലെ? പ്രത്യേകിച്ചും അത് പൊതുസമൂഹത്തിൽ ഇരുന്ന് വിഴുപ്പലക്കുക എന്ന് പറയുന്നത്, അല്ലെ? ഡേർട്ടി ആയിട്ടുള്ള ഒരു ക്ലോത്ത് പൊതുസമൂഹത്തിൽ ഇരുന്ന് അലക്കുന്ന ആവശ്യമുണ്ടോ? അതുപോലെ തന്നെയാണ് മറ്റുള്ളവരോട് നമ്മൾ ആവശ്യമില്ലാത്ത പഴയ വഴക്കുകളും കാര്യങ്ങളും അല്ലെങ്കിൽ മോശമായ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നമുക്ക് സംഭവിച്ചത് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അതിനെയാണ് വിഴുപ്പലക്കുക എന്ന് പറയുന്നത്. അടുത്തത് ജസ്റ്റ് ഇൻ ടൈം. ജസ്റ്റ് ഇൻ ടൈം എന്ന് പറഞ്ഞാൽ യോജിച്ച സന്ദർഭത്തിൽ. അത് യോജിച്ച സന്ദർഭത്തിൽ എന്നാണ് മലയാളത്തിൽ അർത്ഥം വരുന്നത്. ജസ്റ്റ് ഇൻ ടൈം എന്ന് പറഞ്ഞാൽ യോജിച്ച സന്ദർഭത്തിൽ. ഓക്കെ. അടുത്തത് ഐവറി ടവർ. ഐവറി ടവർ എന്ന് പറഞ്ഞ എന്താ? ദന്തഗോപുരം എന്ന് മലയാളത്തിൽ ചോദിക്കാറുണ്ട്, ഓർക്കുക. ഐവറി ടവർ, ലാസ്റ്റ് ഐവറി ടവർ എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം എന്താ വരുന്നത്? ദന്തഗോപുരം. ദന്തഗോപുരം എന്നുള്ളതാണ് അതിന് അർത്ഥമായിട്ട് വരുന്ന മലയാള ശൈലി. അതായത് ഇപ്പൊ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ദന്തഗോപുരത്തിൽ ഇരുന്ന് നോക്കിയാൽ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അറിയാൻ പറ്റില്ല. ദന്തഗോപുരം എന്ന് പറയുന്ന എന്താണ്? സാധാരണക്കാരുമായിട്ടോ അല്ലെങ്കിൽ സാധാരണ സമൂഹവുമായിട്ടോ ഒന്നും ബന്ധമില്ലാതെ
ഉയർന്ന ഒരു രീതിയിൽ ജീവിക്കുക, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ബന്ധവും വെക്കാതിരിക്കുക. ദന്തഗോപുരം എന്നുള്ള വാക്കിന്റെ അർത്ഥം ആനക്കൊമ്പ് കൊണ്ട് കെട്ടിയ ഗോപുരം എന്നൊക്കെ. അതായത് എന്താ, സാധാരണ ജനങ്ങളുമായിട്ട് ഇപ്പൊ രാഷ്ട്രീയക്കാർ ദന്തഗോപുരത്തിൽ വസിക്കേണ്ടവരല്ല, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ ദന്തഗോപുരത്തിൽ ഇരുന്നത് കൊണ്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് എന്താണ്, നമ്മൾ സാധാരണക്കാരുടെ കൂടെ ഇറങ്ങി സാമാന്യ ജീവിതവും ഒക്കെ അനുഭവിക്കുക എന്നുള്ളതാണ് വേണ്ടത്, അല്ലെ? അതില്ലാത്ത അവസ്ഥയാണ് എന്ത് പറയുന്നത്, ദന്തഗോപുരത്തിൽ ഇരിക്കുക എന്ന് പറയുന്നത്. സാധാരണക്കാരുടെ ജീവിതമോ നമ്മുടെ സാമാന്യ ലോകത്തെ ഒന്നും അറിയാതിരിക്കുന്ന അവസ്ഥയാണ് ദന്തഗോപുരത്തിൽ വസിക്കുന്നവർ, അല്ലെങ്കിൽ ദന്തഗോപുരത്തിൽ ഇരിക്കുക എന്നൊക്കെ പറയുന്നത്. അതിന് ഇംഗ്ലീഷ് എന്താണ് നമ്മൾ പറഞ്ഞത്, ഐവറി ടവർ. ഐവറി ടവർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. ആപ്പിൾ ഓഫ് ദ ഐ എന്ന് പറഞ്ഞ കണ്ണിലുണ്ണി, കൺമണി എന്നൊക്കെ നമ്മൾ പറയുന്നതാണ്. കം ഇൻ ഹാൻഡി എന്ന് പറഞ്ഞ എന്താ പറഞ്ഞ, തക്ക സമയത്ത് ഉപകാരപ്പെടുക. അതുപോലെ വൈൽഡ് ഗൂസ് ചേസ് എന്ന് പറഞ്ഞ നിഷ്ഫലമായ യജ്ഞം എന്നുള്ളതാണ്. ഹെർക്കുലിയൻ ടാസ്ക് എന്ന് പറഞ്ഞ ഭഗീരഥ പ്രയത്നം എന്നുള്ളതാണ്. വാഷ് ഡേർട്ടി ലിനൻ ഇൻ പബ്ലിക് എന്ന് പറഞ്ഞ എന്താ, വിഴുപ്പലക്കുക. ജസ്റ്റ് ഇൻ ടൈം എന്ന് പറഞ്ഞാൽ യോജിച്ച സന്ദർഭത്തിൽ. അതുപോലെ ഐവറി ടവർ എന്ന് പറഞ്ഞാൽ ദന്തഗോപുരം. ഓക്കെ, ഇനി കുറച്ച് ഇഡിയംസ് കൂടെ ഉണ്ട്. പുട്ട് ഇൻ മൈൻഡ്. പുട്ട് ഇൻ മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഓർമ്മിപ്പിക്കുക, നമ്മുടെ മൈൻഡിലേക്ക് ഇടുക എന്നുള്ള അർത്ഥത്തില് ഓർമ്മിപ്പിക്കുക, ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലൊക്കെ പുട്ട് ഇൻ മൈൻഡ് എന്ന് പറയും. അപ്പൊ പുട്ട് ഇൻ മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഓർമ്മിപ്പിക്കുക. അതുപോലെ ബ്ലാക്ക് ലെഗ്. ബ്ലാക്ക് ലെഗ് എന്ന് പറഞ്ഞാൽ എന്താ, കരിങ്കാലി. ഇതെപ്പോഴും ചോദിക്കാറുള്ളതാണ്. ബ്ലാക്ക് ലെഗ് എന്നുള്ളതിന്റെ മലയാളം ശൈലിയാണ് കരിങ്കാലി, അല്ലെ? കരിങ്കാലി. ഗുഡ് വൈൻ നീഡ്സ് നോ ബുഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗുഡ് വൈൻ നീഡ്സ് നോ ബുഷ്. പൊന്നിൻകുടത്തിന് പൊട്ടു വേണ്ട. ഉദാഹരണത്തിന് നമ്മൾ ഒരു ക്വാളിറ്റി ഉള്ള ബേക്കറിക്ക് അതിന് പരസ്യം തന്നെ വേണ്ട, ബേക്കറിയുടെ ക്വാളിറ്റി തന്നെയാണ് അതിന്റെ പരസ്യം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ എന്താ, നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാധനത്തിന്, ഗുണമുള്ള സാധനത്തിന് വിളിച്ചറിയിക്കേണ്ട എന്നുള്ളൊരു അർത്ഥം വരുന്നതാണ്. നമ്മൾ മലയാളത്തിൽ അതിന് പറയുന്നത് എന്താ, പൊന്നിൻകുടത്തിന് പൊട്ട് വേണോ എന്ന് ചോദിക്കുക, അല്ലെ? കുടം തന്നെ പൊന്നിന്റെയാണ്, പിന്നെ അതിന് പൊട്ട് വെച്ച് അതിനെ സുന്ദരമാക്കേണ്ട ആവശ്യമല്ല, ഓൾറെഡി അത് സൗന്ദര്യം വിളിച്ചു പറയുന്നതാണ് എന്നുള്ള അർത്ഥത്തിലാണ് പൊന്നിൻകുടത്തിന് പൊട്ട് വേണ്ട. അതിന്റെ ഇംഗ്ലീഷ് ആണ് ഗുഡ് വൈൻ നീഡ്സ് നോ ബുഷ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഫോർബിഡൻ ഫ്രൂട്ട്, വിലക്കപ്പെട്ട കനി. ഫോർബിഡൻ ഫ്രൂട്ട് അഥവാ വിലക്കപ്പെട്ട കനി, അതെനിക്കൊരു വിലക്കപ്പെട്ട കനിയായിരുന്നു എന്നൊക്കെ നമ്മൾ പറയും സാഹിത്യാത്മകമായിട്ട്. എന്ന് പറഞ്ഞ എന്താ, നമുക്ക് ആദത്തിന്റെ ഹവ്വയുടെ ഒക്കെ കഥ അറിയാം, അല്ലെ? വിലക്കപ്പെട്ട കനിയായിട്ടുള്ള ആപ്പിള് പറിച്ചു തിന്നുന്ന ബൈബിൾ സ്റ്റോറി ഒക്കെ ഉണ്ട്. അത് നിന്നായിരിക്കാം വിലക്കപ്പെട്ട കനി എന്നുള്ളൊരു ശൈലി വരുന്നത്. വിലക്കപ്പെട്ട കനി എന്ന് പറഞ്ഞ എന്താ, നമുക്കത് വിധിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് എത്തണ്ടാത്ത കനിയാണ് വിലക്കപ്പെട്ട കനി എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ നമ്മള് ചില ജീവിതത്തിലെ ചില കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോ വലിയൊരു വീട് വെക്കണം എന്നുള്ള ചിന്തയൊക്കെ നമുക്ക് ഉണ്ടാവും. പക്ഷെ അത് നമുക്കൊരു വിലക്കപ്പെട്ട കനിയാണ് എന്നൊക്കെ നമ്മൾ സാഹിത്യാത്മകമായിട്ട് പറയാവുന്നതാണ്. വിലക്കപ്പെട്ട കനി, അതിന്റെ ഇംഗ്ലീഷ് എന്താണ് വരുന്നത്, ഫോർബിഡൻ ഫ്രൂട്ട്. ഫോർബിഡൻ ഫ്രൂട്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് വരുന്നത്. ഇനി നോ സ്മോക്ക് വിത്തൗട്ട് ഫയർ. നോ സ്മോക്ക് വിത്തൗട്ട് ഫയർ എന്ന് പറഞ്ഞ എന്താ, തീയില്ലാതെ പുകയില്ല. തീയില്ലാതെ പുകയില്ല. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ ഉണ്ടായാലേ അതിന്റെ ഭാഗമായിട്ടുള്ള വഴക്കുകളൊക്കെ ഉണ്ടാവത്തുള്ളൂ, അല്ലാതെ തീയില്ലാതെ പുക ഉണ്ടാവുമോ, അല്ലെ? ചിലപ്പോ ഭയങ്കര ബഹളമൊക്കെ നടക്കുമായിരിക്കും, അല്ലെ? ചില വീടുകളിലൊക്കെ സഹോദരങ്ങൾ തമ്മിലൊക്കെ അടിയൊക്കെ ഉണ്ടായിട്ട് വരുമ്പോഴത്തേക്കും അമ്മമാരൊക്കെ പറയുന്നതാണ്, ഞാനല്ല ഇവനാണ് അടിച്ചതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ തമ്മിൽ പറയുമ്പോ അമ്മമാരൊക്കെ വരുമ്പോ പറയും, തീയില്ലാതെ പുക ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്ന പോലെ, അല്ലെ? ഒരു പ്രശ്നം ഉണ്ടായാലേ അതിന്റെ ഭാഗമായിട്ടുള്ള ബഹളങ്ങൾ ഉണ്ടാവാറുള്ളൂ, അല്ലെ? അപ്പൊ അതിനെയാണ് തീയില്ലാതെ പുകയുണ്ടാകുമോ, അല്ലെങ്കിൽ തീയില്ലാതെ പുകയില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്, എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് ബഹളങ്ങൾ ഉണ്ടാവും എന്നുള്ളതിന്റെ അർത്ഥത്തിൽ ആ കോണ്ടസ്റ്റിലാണ് പറയാറ്. അപ്പൊ നോ സ്മോക്ക് വിത്തൗട്ട് ഫയർ എന്നുള്ളതിന്റെ മലയാളമാണ് തീയില്ലാതെ പുകയില്ല എന്നുള്ളത്. മിക്കവാറും ഇംഗ്ലീഷ് തന്നിട്ട് മലയാളം ചോദിക്കുന്ന രീതിയിലാണ് ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇംഗ്ലീഷ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം മലയാള അർത്ഥം അതിന്റെ മനസ്സിലാക്കാൻ. എ ന്യൂ ബോൺ സ്വീപ്സ് ക്ലീൻ എന്ന് പറഞ്ഞ എന്താ, എ ന്യൂ ബോൺ സ്വീപ്സ് ക്ലീൻ എന്നുള്ളതിന് നമ്മൾ മലയാളികൾ പറയുന്നത് പുത്തനച്ചി പുരപ്പുറം തൂക്കും. പുത്തനച്ചി പുരപ്പുറം തൂക്കും എന്നുള്ളതാണ്. ഇവിടെയും കുറച്ച് സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്, അല്ലെ? നമ്മൾ ഇപ്പോഴത്തെ കോണ്ടസ്റ്റിൽ, ഇന്നത്തെ കാലത്തിൽ നമ്മൾ അതിനെ അങ്ങനെ തന്നെയാണല്ലോ കാണേണ്ടത്. അപ്പൊ പുത്തനച്ചി പുരപ്പുറം തൂക്കും എന്നുള്ള പറച്ചിലിൽ എന്താണ് പറയുന്നത്, പുത്തനച്ചി എന്ന് പറഞ്ഞ പുതുതായിട്ട് കല്യാണം കഴിഞ്ഞ് ആണിന്റെ വീട്ടിലേക്ക് ചെല്ലുന്ന
സ്ത്രീ എന്ത് ചെയ്യും, കൂടുതൽ ജോലികൾ ചെയ്ത് കാണിക്കും, ഒരു ഉത്തമ ഭാര്യയാണ്, ഉത്തമ കുടുംബസ്ഥയാണെന്ന് കാണിക്കാനായിട്ട് അവരില്ലാത്ത ജോലിയുടെ പുരയുടെ പുറം തൂക്കേണ്ട ആവശ്യമില്ല, എന്നാലും പുരപ്പുറം വരെ തൂക്കുമെന്നുള്ള രീതിയിൽ അതിശയോക്തിയായിട്ട് പറയുന്നതാണ്. അതിനാണ് എ ന്യൂ ബോൺ സ്വീപ്സ് ക്ലീൻ എന്നുള്ളത് ഇംഗ്ലീഷിലെ ചൊല്ലാണ്. പുത്തനച്ചി പുരപ്പുറം തൂക്കം എന്നുള്ളത് മലയാളത്തിൽ ആ രീതിയിൽ പണ്ട് കാലം തൊട്ട് പറഞ്ഞു വരുന്ന ഒരു ചൊല്ലാണ്. ഓക്കെ, ഇനി അടുത്തത് ടിറ്റ് ഫോർ ടാറ്റ്. ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറഞ്ഞ എന്താ, ഉരുളക്കുപ്പേരി അല്ലെ. നമ്മൾ കറക്റ്റ് അതിനുള്ള മറുപടി കൊടുക്കുക എന്ന് പറയുന്ന പോലെ ഒരാൾ നമ്മുടെ അടുത്ത് നല്ലതായിട്ടാണെങ്കിൽ മോശമായിട്ടാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞ് അതിന് ഉരുളക്കുപ്പേരി പോലെ നമ്മൾ മറുപടി കൊടുക്കും എന്ന് പറയുന്നതിനെയാണ് ടിറ്റ് ഫോർ ടാറ്റ് എന്നുള്ള ഇംഗ്ലീഷിന് മലയാളമായിട്ട് വരുന്നത്. ഉരുളക്കുപ്പേരി ആയിട്ട് ചില കുട്ടികളുടെ അടുത്തൊക്കെ ചെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ചെറിയ കുട്ടികളാണെങ്കിൽ പോലും ഇപ്പോഴെന്താ ഉരുളക്കുപ്പേരി പോലാണ് മറുപടി തരുന്നത് അല്ലെ. അതാണ് നമ്മൾ ടിറ്റ് ഫോർ ടാറ്റ് എന്നുള്ള രീതിയിൽ മലയാളമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ പഠിച്ച എന്തൊക്കെയാ, ടു പുട്ട് ഇൻ മൈൻഡ് എന്ന് പറഞ്ഞ എന്താ, മനസ്സിലേക്ക് ഇടുക അല്ലെ. മനസ്സിലിടുക എന്ന് പറഞ്ഞ എന്താ, എന്തെങ്കിലും കാര്യം ഓർമ്മിപ്പിക്കുക. ബ്ലാക്ക് ലെഗ് എന്ന് പറഞ്ഞ എന്താ, കരിങ്കാലി. ഗുഡ് വൈൻ നീഡ്സ് നോ ബുഷ് എന്ന് പറഞ്ഞ പൊന്നിൻകുടത്തിന് പൊട്ടുവേണ്ട. ഫോർബിഡൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞ വിലക്കപ്പെട്ട കനി. നോ സ്മോക്ക് വിത്തൗട്ട് ഫയർ എന്ന് പറഞ്ഞാൽ തീയില്ലാതെ പുകയില്ല. എ ന്യൂ ബോൺ സ്വീപ്സ് ക്ലീൻ എന്ന് പറഞ്ഞ പുത്തനച്ചി പുരപ്പുറം തൂക്കും. ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഉരുളക്കുപ്പേരി. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. ഇനിയും കുറച്ച് ഇഡിയംസ് കൂടെ ഉണ്ട്, നോക്കാം. ടു ഗോ വിത്തിൻ ടൈഡ്സ്. ടു ഗോ വിത്തിൻ ടൈഡ്സ് എന്ന് പറഞ്ഞാൽ ഒഴുക്കിനനുസരിച്ച് നീന്തുക അല്ലെ. ഒഴുക്കിനനുസരിച്ച് നീന്തുക. ജീവിതത്തിൽ നമ്മൾ ഒരു ഘട്ടത്തിലൊക്കെ എത്തുമ്പോ എന്തിന് ശ്രമിച്ചു തുടങ്ങും, ഒഴുക്കിനനുസരിച്ച് നീന്താൻ ശ്രമിച്ചു തുടങ്ങും അല്ലെ. ഒഴുക്കിനെതിരെ നീന്തുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മള് ജീവിതത്തില് പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ തരണം ചെയ്ത്, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെതായിട്ടുള്ള ഒരു രീതിയിലല്ലാണ്ട് അതിനെതിരെ മറികടന്ന് നീന്താൻ ശ്രമിക്കുന്നതിന് ഒഴുക്കിനെതിരെ നീന്തുക എന്നൊക്കെ നമ്മൾ പറയും. ഇവിടെ ഒഴുക്കിനനുസരിച്ച് നീന്തുക എന്ന് പറഞ്ഞാലോ, ഒരു ഘട്ടം ആകുമ്പോഴത്തേക്ക് ഇനി വരുന്നൊക്കെ വരുന്ന പോലെ വരട്ടെ, ഇതൊക്കെ സാഹചര്യമൊക്കെ ഇങ്ങനെ ആവുമ്പോ ഇതനുസരിച്ച് തന്നെ മുന്നോട്ട് പോവാം എന്നൊക്കെ ഉള്ള ഒരു തോന്നൽ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും, ഒഴുക്കിനനുസരിച്ച് നീങ്ങുക. അത് ഇത്തിരി എളുപ്പമുള്ള കാര്യമാണ്. ഒഴുക്കിനനുസരിച്ച് നീന്തുക എളുപ്പമുള്ളതാണ്, ഒഴുക്കിനെതിരെ നീന്താനാണ് പാട്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാത്ത ചലഞ്ചസ് ഒന്നും ഏറ്റെടുത്ത് ഒഴുക്കിനെതിരെ നീന്താതെ ഒഴുക്കിനനുസരിച്ച് നീന്താൻ നോക്കുന്നത്. പക്ഷെ നമ്മൾ എത്ര ട്രൈ ചെയ്തിട്ട് നമുക്ക് നമ്മൾ പഠിക്കുന്നുണ്ട്, PSCയുടെ ലിസ്റ്റിലേക്ക് കയറാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാലും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഉണ്ടാവും അല്ലെ. നമുക്ക് ഒരുപാട് ഏജ് കൂടി പോകുന്നുണ്ടാവും, സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടാവും, ചുറ്റും ബന്ധുക്കളും ഫ്രണ്ട്സും എല്ലാം നമ്മളെ കളിയാക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ തീരുമാനിക്കുന്നില്ല, ഒഴുക്കിനനുസരിച്ച് നീന്താൻ, അഥവാ ടു ഗോ വിത്തിൻ ടൈഡ്സ് എന്ന് പറയുന്ന രീതിയിൽ ഒഴുക്കിനനുസരിച്ച് നീന്താൻ നമ്മൾ തയ്യാറാവുന്നില്ല. നമ്മൾ ഒഴുക്കിനെതിരെ നീന്താൻ തന്നെ ശ്രമിച്ച് PSCയുടെ ലിസ്റ്റിൽ നമ്മളും ഉണ്ടാവണമെന്ന് വിചാരിച്ച് എന്ത് ചെയ്യാൻ തുടങ്ങുന്നു, ഭഗീരഥ പ്രയത്നം എടുക്കാൻ തന്നെ നമ്മൾ തീരുമാനിക്കുന്നു അല്ലെ. ഓക്കെ, അടുത്ത നോക്കിയേ, ആഡ് ഫ്യൂവൽ ടു ദ ഫയർ. ആഡ് ഫ്യൂവൽ ടു ദ ഫയർ. ഇത് മലയാളത്തിലാക്കിയാൽ വരുന്ന മീനിങ് നമുക്ക് അറിയാം, ഈസിയാണ് അല്ലെ. എന്താണ്, എരിതീയിൽ എണ്ണ ഒഴിക്കുക. ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെ, വഴിയിൽ ഒരു ആക്സിഡന്റോ എന്തെങ്കിലും ഒക്കെ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ രണ്ടുപേര് അതിൽ ആക്സിഡന്റിൽ ഉണ്ടായ രണ്ടുപേര് തമ്മിൽ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു തീർക്കാന്ന് വിചാരിക്കുമ്പോഴായിരിക്കും വേറൊരു ചേട്ടൻ വന്നിട്ട് പ്രശ്നം അങ്ങോട്ട് രൂക്ഷമാക്കുന്ന രീതിയിൽ, എന്നാലും അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ കുറെ കാര്യങ്ങൾ പറയുന്നത്. അതിനെന്ത് പറയാം, എരിതീയിൽ എണ്ണ ഒഴിക്കുക അല്ലെ. ഒരു പ്രശ്നത്തെ വലുതാക്കുക എന്നുള്ളതാണ് എരിതീയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയുന്നത്. ആഡ് ഫ്യൂവൽ ടു ദ ഫയർ അല്ലെ. ഒരു ഫയർ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നിയിലേക്ക് നമ്മൾ ഫ്യൂവൽ ആഡ് ചെയ്യാണ്, ഫ്യൂവൽ ഒഴിക്കുകയാണെങ്കിൽ എന്താണ്, അതിങ്ങനെ പുമ്മെന്ന് പറഞ്ഞ് ആളിക്കത്തും അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എരിതീയിൽ എണ്ണ ഒഴിക്കുക. അതിന്റെ റിയൽ ലൈഫ് സിനാരിയോയിലേക്ക് വരുമ്പോ എന്താണ്, ഒരു പ്രശ്നത്തെ നമ്മൾ അനാവശ്യമായിട്ട് ഒതുക്കി തീർക്കാൻ നോക്കാതെ അതിനെ വെറുതെ ഓരോന്ന് പറഞ്ഞ് എരികേറ്റി പ്രശ്നം വലുതാക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, എരിതീയിൽ എണ്ണ ഒഴിക്കുക. ഓക്കെ, അടുത്തത് ഹോം ട്രൂത്ത്. ഹോം ട്രൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്രിയ സത്യം. അതും പ്രധാനമാണ്. അപ്രിയ സത്യത്തെയാണ് നമ്മൾ ഹോം ട്രൂത്ത് എന്ന് പറയുന്നത്. എന്താണ് അപ്രിയ സത്യം? സത്യമായിരിക്കും, പക്ഷെ ചില സത്യങ്ങൾ എന്താ പറയരുത്, സത്യമാണെങ്കിലും അല്ലെ, അപ്രിയമായിരിക്കും അത്. പക്ഷെ സത്യം മുഖത്ത് നോക്കി തന്നെ പറയണം എന്നുള്ളതാണ് നല്ല ആറ്റിറ്റ്യൂഡ് അല്ലെ. പക്ഷെ ചില സത്യങ്ങളെ മുഖത്ത് നോക്കി പറഞ്ഞാൽ അത് പറയുന്നത് കേൾക്കുന്നവർക്ക് അപ്രിയം ഉണ്ടാക്കും. സത്യമായിരിക്കും, പക്ഷെ അപ്രിയമായ സത്യങ്ങളായിരിക്കും പറയേണ്ടി വരുന്നത്. അപ്പൊ അതിനെയാണ് ഹോം ട്രൂത്ത് എന്ന് ഇംഗ്ലീഷിൽ പറയും. മലയാളത്തിൽ നമ്മൾ
അപ്രിയമായ സത്യം അഥവാ അപ്രിയ സത്യം എന്ന് പറയും. പല സത്യങ്ങളും എന്താണ്? അപ്രിയമാണ് അല്ലെ? ഓക്കെ, അടുത്ത് ടു ഫൈറ്റ് ടൂത്ത് ആൻഡ് നെയിൽ. ടു ഫൈറ്റ് ടൂത്ത് ആൻഡ് നെയിൽ എന്ന് പറഞ്ഞാല് പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുക. അതായത് ഒട്ടും വിട്ടുകളയാതെ നമ്മുടെ എല്ലാ ശക്തിയും എടുത്ത് അതിനെ നഖശിതാന്തം എന്നൊക്കെ പറയും. അതിന് വേറെ രീതിയിൽ അല്ലെ, നഖശിതാന്തം എതിർക്കുക എന്ന് പറഞ്ഞാലും ഇതാണ്, പല്ലു നഖവും ഉപയോഗിച്ച് എതിർക്കുക, ഒട്ടും വിട്ടുകൊടുക്കാതിരിക്കുക. നമ്മള് എന്തെങ്കിലുമൊക്കെ ഡിബേറ്റിലോ ഇതിലൊക്കെ പെടുമ്പോ എന്താ, നമ്മൾ നഖശിതാന്തം അതിനെ എതിർത്തു, അല്ലെങ്കിൽ പല്ലും നഖവും ഉപയോഗിച്ച് നമ്മൾ അതിനെ എതിർക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മാക്സിമം കഴിവും മാക്സിമം സ്ട്രെങ്തും എടുത്ത് അതിനെ എതിർക്കുക എന്നുള്ളതാണ്. അതിനാണ് ഇംഗ്ലീഷിൽ ടു ഫൈറ്റ് ടൂത്ത് ആൻഡ് നെയിൽ. ടൂത്ത് ആൻഡ് നെയിൽ എന്നുണ്ട്, അതിന്റെ അർത്ഥത്തിൽ അപ്പം പല്ലും നഖവും ഉണ്ടാവും എന്നുള്ളത് ഓർത്തു വെച്ചാൽ മതി. ഇൻട്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പം പലപ്പോഴായിട്ട് ഉപയോഗിച്ചു വരുന്ന ഒരു വാക്കാ ഇൻട്യൂഷൻ. എനിക്ക് അങ്ങനെ ഒരു ഇൻട്യൂഷൻ ഉണ്ടായി എന്ന് പറഞ്ഞ എന്താ? ഭൂതോദയം. ഭൂതോദയം, ബോധോദയം വേറെയാണ്. ഭൂതോദയം ഉണ്ടാവുക എന്ന് പറഞ്ഞാലും ചെറിയ വ്യത്യാസം ഉണ്ട് അല്ലെ? ഭൂതോദയം എന്ന് പറഞ്ഞാല് പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിച്ച് ഇരിക്കാതെ തന്നെ നമ്മൾ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും, വേറെ എന്തെങ്കിലും കാര്യം ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരിക്കും. പെട്ടെന്ന് അയ്യോ ഞാൻ ബുക്ക് എടുത്ത് പഠിച്ചില്ല എന്ന് തോന്നുന്നു. അപ്പം അടുത്തിരിക്കുമ്പോ അമ്മ ചോദിക്കും, നീ എന്താ പെട്ടെന്ന് ഭൂതോദയം വന്ന പോലെ എണീറ്റ് പോന്നേ എന്ന് ചോദിക്കാം അല്ലെ? ബോധോദയം എന്ന് നമ്മൾ പ്രയോഗിക്കാറുണ്ട് അല്ലെ? പക്ഷെ ഇവിടെ ഇൻഡ്യൂഷന് കറക്റ്റ് ആയിട്ട് വരുന്നത് ഭൂതോദയം എന്നുള്ള വാക്കാണ്. ഭൂതോദയം അല്ലെ? അപ്പം ഭൂതോദയം എന്ന് പറഞ്ഞ ഇൻഡ്യൂഷൻ ആണെന്ന് ഓർക്കുക. അടുത്തത് മേക്ക് കാസ്റ്റിൽ ഇൻ ദ എയർ. മേക്ക് കാസ്റ്റിൽ ഇൻ ദ എയർ എന്ന് പറഞ്ഞാൽ അതിന്റെ കറക്റ്റ് ആയിട്ട് എന്താ? ആകാശക്കോട്ട കെട്ടുക. ആകാശക്കോട്ട കെട്ടുക അല്ലെ? നമ്മൾ ഇരുന്ന് എല്ലാവരും സ്വപ്നം കാണുന്നവരാണ്, പകൽ സ്വപ്നം കാണുക എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ തന്നെ ആകാശത്ത് കോട്ട കെട്ടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. എയറിൽ നിൽക്കാം എന്നല്ലാണ്ട് എയറിൽ കോട്ട കെട്ടാൻ നമുക്ക് പറ്റില്ല. അപ്പം എന്താണ് ആകാശക്കോട്ട കെട്ടുക എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യങ്ങൾ, നമുക്ക് നടക്കാത്ത കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുന്നതിനെ പറ്റിയാണ്. ഞാൻ ഇങ്ങനെ ലോട്ടറി എടുക്കുന്നു, ലോട്ടറി എടുത്തതിന് ശേഷം എനിക്ക് അത് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ വലിയ വീടും കാറും ഒക്കെ വാങ്ങുന്നു. ശരിക്കും ലോട്ടറി എടുക്കുക അടിക്കുക എന്നൊക്കെ പറയുന്ന എന്താണ്? വല്ല പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല, അപ്രതീക്ഷിതമായിട്ട് ഭാഗ്യം ഉണ്ടെങ്കിലേ നടക്കും. പക്ഷെ അതിനെപ്പറ്റി നമ്മൾ എന്ത് ചെയ്യണ്ട്? ആകാശക്കോട്ട കെട്ടരുത്. അപ്പൊ ആകാശക്കോട്ട കെട്ടുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് മേക്ക് കാസ്റ്റിൽ ഇൻ ദ എയർ. മേക്ക് കാസ്റ്റിൽ ഇൻ ദ എയർ എന്നുള്ളതാണ്. ഇനി നോക്കിക്കേ, ഹൈവേ മാൻ എന്നുള്ളതിന്റെ അർത്ഥം പിടിച്ചുപറിക്കാരൻ. മലയാളത്തിൽ പിടിച്ചുപറിക്കാരൻ എന്ന് പറയുന്നതിനെയാണ് ഹൈവേ മാൻ എന്നുള്ള രീതിയിൽ ഇംഗ്ലീഷിൽ പറയുന്നത്. ടു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറഞ്ഞ എന്താ? ടു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം രഹസ്യം പുറത്തറിയിക്കുക. ടു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറഞ്ഞ എന്താ? ടു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറഞ്ഞ രഹസ്യം പുറത്തറിയിക്കുക എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. രഹസ്യം പുറത്തറിയിക്കുക. അടുത്തത് ടോക്കൺ സ്ട്രൈക്ക്. ടോക്കൺ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ എന്താ? സൂചന മാത്രം എന്ന് പറയില്ലേ? സൂചന 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 മാത്രം, ഇന്നീ സമരം സൂചന മാത്രം എന്ന് പറയുന്നതാണ്. എന്താണ്? സൂചനാ പണിമുടക്ക്. സൂചനയാണ് അല്ലെ? ശരിക്കല്ല, സൂചനാ പണിമുടക്ക് എന്ന് പറയുന്ന പോലെ ടോക്കൺ സ്ട്രൈക്ക് എന്ന് പറയുന്നതാണ്. എ സ്നേക്ക് ഇൻ ദ ഗ്രാസ് എന്ന് പറഞ്ഞാലോ കപട സുഹൃത്ത് എന്നുള്ള അർത്ഥമാണ്. എ സ്നേക്ക് ഇൻ ദ ഗ്രാസ് അല്ലെ? കപട സുഹൃത്ത്, വിഷമുള്ള സുഹൃത്താണ്. എ സ്നേക്ക് ഇൻ ദ ഗ്രാസ് എന്ന് പറഞ്ഞാൽ കപട സുഹൃത്താണ്. ഇനി അടുത്ത എ ഹോട്ട് പൊട്ടേറ്റോ. എ ഹോട്ട് പൊട്ടേറ്റോ എന്ന് പറഞ്ഞാൽ സങ്കീർണമായ പ്രശ്നം അല്ലെ? ഊരാ കുടുക്കിപ്പെടുന്ന പോലെ നമുക്ക് പെട്ടെന്നൊന്നും തീർക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടാണ് തീർക്കാൻ എന്നുള്ള രീതിയിലുള്ള സങ്കീർണമായ പ്രശ്നത്തെയാണ് എന്ത് പറയുന്നേ? എ ഹോട്ട് പൊട്ടേറ്റോ എന്ന് പറയുന്നത്. പേ ത്രൂ ദ നോസ്. പേ ത്രൂ ദ നോസ് എന്ന് പറഞ്ഞാൽ അമിതമായി ചിലവഴിക്കുക. ഇപ്പം ഒരു സാധനത്തിന് ഉള്ള തുകയെ കാട്ടി കൂടുതൽ പൈസ കൊടുത്ത് അതിനെ വാങ്ങാൻ, ചിലപ്പോൾ നമുക്ക് ഡിസ്കൗണ്ടിൽ ചിലപ്പോൾ ഓൺലൈനായിട്ട് കിട്ടുമായിരിക്കും. പക്ഷെ അതൊന്നും നോക്കാതെ നേരെ പോയി ആഗ്രഹത്തിന് അതങ്ങ് അമിതമായ പൈസ കൊടുത്ത് വാങ്ങിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് പറയും? പേ ത്രൂ ദ നോസ് എന്ന് പറയും. അമിതമായി ചെലവഴിക്കുക. അടുത്ത ബിറ്റ്വീൻ ദ ഡെവിൽ ആൻഡ് ബ്ലാക്ക് സീ. നമ്മൾ എപ്പോഴും പറയുന്നതാണ് ചെകുത്താനും കടലിനും ഇടയ്ക്ക്. ബിറ്റ്വീൻ ദ ഡെവിൽ ആൻഡ് ദ ബ്ലാക്ക് സീ എന്ന് പറഞ്ഞാൽ എന്താ? ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥയായി. അങ്ങോട്ടും തിരിയാൻ വയ്യ ഇങ്ങോട്ടും തിരിയാൻ വയ്യ, രണ്ടിടത്തും എന്താണ്? മോശം സിറ്റുവേഷൻ ആണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെകുത്താനും കടലിനും ഇടയ്ക്ക് എന്ന് പറയുന്നത്. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് ബാക്കിയുള്ള കുറച്ചെണ്ണം കൂടെ പറഞ്ഞു പോവാം. എ വൂൾഫ് ഇൻ ദ ഗ്രാബ് ഓഫ് എ ലാംബ്. ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ അല്ലെ? ഒരു കപടമായ സുഹൃത്തിനെ നമുക്ക് എന്ത് പറയാം? ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ. നമ്മളുടെ അടുത്ത് ആടിനെ പോലെ ആയിരിക്കും നിൽക്കുന്നത് പാവമായിട്ട്, പക്ഷെ ഉള്ളിൽ എന്താണ്? മൃഗീയമായ ചെന്നായത്തരമാണ്. അപ്പൊ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ പണ്ട്
കുട്ടി ക്ലാസ്സിലൊക്കെ കുട്ടിയായിരിക്കുമ്പോ ഒക്കെ നമ്മൾ എന്താണ് ഈ കഥ പഠിച്ചിട്ടുണ്ട് അല്ലെ, ആട്ടിൻതോൽ അണിഞ്ഞ ചെന്നായയുടെ കഥ പഠിച്ചിട്ടുണ്ട്. അപ്പം എ വുൾഫ് ഇൻ ദ ഗ്രാബ് ഓഫ് എ ലാംബ് എന്ന് പറഞ്ഞാൽ ആട്ടിൻതോൽ അണിഞ്ഞ ചെന്നായ എന്നുള്ളതാണ് എന്ത് മലയാളമായിട്ട് വരുന്നത്. ലൈഫ് ഈസ് നോട്ട് എ ബെഡ് ഓഫ് റോസസ് എന്ന് പറഞ്ഞ എന്താ, ജീവിതം മലർമെത്ത മാത്രമല്ല, ജീവിതത്തിൽ ദുഃഖങ്ങളും വരും, സുഖം മാത്രമല്ല, സന്തോഷം മാത്രമല്ല, കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ പറ്റുന്നത് മാത്രമല്ല, ദുഃഖങ്ങളും വരും. അതുകൊണ്ട് ജീവിതം മലർമെത്ത വിരച്ച പോലെ സുന്ദരമല്ല എന്നാണ് ലൈഫ് ഈസ് നോട്ട് എ ബെഡ് ഓഫ് റോസസ് എന്ന് പറഞ്ഞാൽ പറയുന്നത്. റെഡ് ടേപ്പ് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. റെഡ് ടേപ്പ് ചുവപ്പ് നാട എന്ന് മലയാളത്തിൽ പറയും അല്ലെ. ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുക, അല്ലെങ്കിൽ എന്താ കാലതാമസം വരിക അല്ലെ. നമ്മള് സർക്കാരിന്റെ ചില ഇതിലൊക്കെ ചുവപ്പ് നാട വെച്ചിട്ടാണ് കെട്ടുന്നത്. അപ്പൊ പല കാലങ്ങളായിട്ട് ഫയലൊക്കെ നീങ്ങാതെ കിടക്കുന്നതിനെയൊക്കെ സൂചിപ്പിക്കാനായിട്ട് അല്ലെ, നമ്മൾ അങ്ങനത്തെ ഒരു പ്രയോഗത്തിൽ നിന്നാണ് ചുവപ്പ് നാട എന്നുള്ളതൊക്കെ വരുന്നത്. അപ്പം ചുവപ്പ് നാട എന്ന് പറഞ്ഞ എന്താ, ചുവപ്പ് നാടയെ കുരുങ്ങിക്കിടക്കുക എന്നൊക്കെ പറയുന്നത് കാലതാമസത്തെ സൂചിപ്പിക്കാനായിട്ട് അല്ലെ, അതിന്റെ പ്രവൃത്തി ഇല്ലാതെ കാലതാമസം എടുക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ റെഡ് ടേപ്പ് എന്ന് പറയുന്ന അതിന്റെ മലയാളമായിട്ടാണ് ചുവപ്പ് നാട. അടുത്ത സ്പേഡ് എന്ന് പറഞ്ഞ എന്താ, തുറന്നു പറയുക എന്നുള്ളതിന് സ്പേഡ് എന്ന് പറയുന്നു. ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ പറയാവുന്നതാണ് ബീറ്റ് അബൌട്ട് ദ ബുഷ്. ബീറ്റ് അറൌണ്ട് ദ ബുഷ് എന്നും ഉണ്ട്, ബീറ്റ് അബൌട്ട് ദ ബുഷ് എന്നും ഉണ്ട്. എന്താണ്, വളച്ചു കെട്ടി കാര്യം പറയുന്നതിനെയാണ് പറയുന്നത്. നേരെ ചൊവ്വേ പറയാതെ വളച്ചു കെട്ടി കാര്യം പറയുന്നതിനെ എന്ത് പറയുന്നു, ബീറ്റ് അബൌട്ട് ദ ബുഷ്. നമ്മൾ വളഞ്ഞു മൂക്കി പിടിക്കുക എന്നൊക്കെ പറയുന്ന പോലെ വളച്ചു കെട്ടി കാര്യം പറയുന്നതിനെയാണ് ബീറ്റ് അബൌട്ട് ദ ബുഷും ഉണ്ട്, എറൗണ്ട് ദ ബുഷും ഉണ്ട്. ഓക്കെ, ഹിമാലയൻ ബ്ലണ്ടർ, ഭീമാബദ്ധം എന്നും പറയാം. കുറച്ചുകൂടെ കൊളോക്കിയൽ ആയിട്ട് പറഞ്ഞ ആനമണ്ടത്തരം എന്നൊക്കെ പറയുന്ന പോലെ പറയാം അല്ലെ. അപ്പൊ ഹിമാലയം എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഒരു അല്ലെ, വലിയ പർവ്വതമാണ്. അപ്പം ഹിമാലയൻ ബ്ലണ്ടർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അത് വരുമ്പോ നമുക്കറിയാം ഭീമനാണ് വലിയൊരാള്. അപ്പം ഭീമാബദ്ധം എന്ന് പറഞ്ഞാൽ അത്രയും ഭീമമായ അബദ്ധം. ഭീമൻ എന്നുള്ളതും ഭീമമായ എന്നുള്ളതിന്റെ അർത്ഥം എന്താ, ബൃഹത്തായ, വലിയ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഭീമാകാരമായ എന്ന് പറയും. അപ്പൊ അതിനെയാണ് വലിയ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് പറയുന്നത്. ആനമണ്ടത്തരമാണെന്നൊക്കെ പറയുന്ന പോലെയാണ് ഇവിടെ ഭീമാബദ്ധം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്തത് ഇഡിയംസ് ആണ് അല്ലെ. എപ്പോഴും PSC ചോദ്യം വരുന്നതാണ്. LD ടൈപ്പിസ്റ്റ് പരീക്ഷകളിൽ മലയാള ശൈലി, മലയാള പഴഞ്ചൊല്ല്, അതുപോലെ ഇംഗ്ലീഷിൽ നിന്ന് ഇതേപോലെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ശൈലികൾ എഴുതാനും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ഭാഗം വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം മുന്നോട്ട് പോവാൻ. നമ്മൾ ഇവിടെ CC LD ടൈപ്പിസ്റ്റിന്റെ ഒരു ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പൊ ഇനി അടുത്ത വരുന്ന LD ടൈപ്പിസ്റ്റ് പരീക്ഷയിലെ മലയാളത്തിന്റെ ഫുൾ മാർക്ക് നേടാനായിട്ട് ഇതുപോലെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൂടെ നമുക്കൊന്ന് കടന്നുപോയി കൃത്യമായിട്ട് ഇഡിയംസും വ്യാകരണ ഭാഗങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ CCയോടൊപ്പം അടുത്ത LD ടൈപ്പിസ്റ്റ് പരീക്ഷയുടെ പ്രധാനപ്പെട്ട റാങ്കിൽ തന്നെ നമുക്ക് ഇടം നേടാം. അപ്പൊ ഇതുപോലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഇതുപോലത്തെ LD ടൈപ്പിസ്റ്റ് പരീക്ഷയുടെ സിലബസ് ബേസ്ഡ് വീഡിയോസിനുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ PSC പരീക്ഷകൾ നിരന്തരം അറ്റൻഡ് ചെയ്യുന്ന, PSC പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിർദ്ദേശിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അടുത്ത റാങ്ക് ലിസ്റ്റിൽ ഇടം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്